കഴിക്ക് വേണമെങ്കിൽ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനിക്കുട്ടൻ ടീച്ചർ കൊടുത്ത മിച്ചം ഞാൻ ചെന്നപ്പോഴാണ് ഇവര് സ്കൂളിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ചായ ഒന്നും കുടിച്ചില്ലെങ്കിൽ പോലും. പിന്നെ ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം മോനിക്കുട്ടൻ ഇരട്ടത്തിരുന്ന് എന്നോട് വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് ആതിരക്കുട്ടി ഒരു എമർജൻസി അയച്ചു തന്നിട്ടുണ്ടേ. ചാർജിങ് വെക്കട്ടെ. കുറച്ചേരം കുത്തിയിടും. ഉയർത്തൊഴി മുടിയും വളർന്ന് മുടി വെട്ടാനും സമ്മതിക്കത്തില്ല. പിന്നെ ചോറില്ല, ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അരി അങ്ങോട്ട് ഇടണം. എന്നിട്ട് മുറ്റം ഒന്ന് തൂക്കണം. മുറ്റം എന്നും കരിയിലാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കരിയില്ല. ഒന്ന് തൂത്തിടാം എന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട് വശം മാത്രം, മൊത്തം ഒന്ന് തൂക്കാൻ എനിക്ക് വയ്യ. പനിയായിരുന്നു. പനിയുടെ ഒരു ദേഹത്ത് വേദനയും വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് മെഡിസിൻ എടുത്തു കഴിഞ്ഞാണ് ഞാൻ നേരെ നിന്നത്. എൻ്റെ ഉപ്പൂറ്റി മുതൽ വേദനയായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, വല്ലാത്ത ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഗുളിക നേരത്തെ കഴിച്ചു. ഇവിടെ എല്ലാവർക്കും അങ്ങ് പനിയും ചുമയും ഒച്ചയടപ്പുമാണ്. ചുമ വന്നിട്ട് ഒച്ച പോവാം. എനിക്കും ചുമയുണ്ട്. ഒച്ചയെങ്ങാനും പോയാൽ ആകെ കുളമാകും. इस गाड़ी में थोड़ा एक्सेलरेशन रह गया है भाई, पता नहीं कैसे, पर अभी तुम देख सकते हो ऊपर लिखा हुआ है भाई गाड़ी के अंदर जो है पानी दूसरा एंटर कर चुका है और इसने 10 करोड़ का खर्चा करा है भाई पानी में मत अटकिए। यही गाड़ी ചുമയാണ്. ചുമയ്ക്കാം, പക്ഷെ എൻ്റെ ഒച്ച പോകരുത്. ഇതെടുത്തോണ്ട് വന്നേ നമുക്ക് ചുമ്മാ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വിപുലമായ പാചകമൊന്നുമില്ല, എനിക്ക് വയ്യ. പിന്നെ ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കണം. തൈരൊക്കെ എടുത്തോണ്ട് വെച്ചേക്കുന്നു. ഇടയ്ക്ക് കറണ്ടെങ്ങാനും പോയാൽ തൈര് ഉടയ്ക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം മോരുകറി വെക്കും. കാറ്റടിക്കുന്നു, ഇടി മുഴങ്ങുന്നു, കറണ്ട് പോകുന്നതേ. കൂടി ഞാൻ പൊട്ടിച്ച് നമുക്ക് എളുപ്പം നിരങ്ങ് അടുപ്പേലാക്കാം. നുള്ളി കീറി ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കഴുകി എടുത്തങ്ങ് വെക്കുവാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാ പാചകം അത് എടുക്കുന്നതെന്നുള്ളത് എനിക്ക് വീഡിയോക്കകത്ത് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ നുള്ളിപ്പറിച്ചങ്ങോട്ട് ഇടട്ടെ. എവിടെയോ മഴ തകർക്കുന്നുണ്ട് കേട്ടോ, ഇടിമുഴക്കം. രണ്ട് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. മോരിന് വേണം. ഇതിനകത്തും കുറച്ച് ഞാൻ ചേർക്കാറുണ്ട്. ഭയങ്കര കാറ്റാട്ടോ. ഈ കാറ്റ് ഭയങ്കര പെയ്യും. ഈ അടുക്കളയുടെ മുകളില് ടാർപ്പ കെട്ടിയിട്ടുണ്ട്.
ഭയങ്കര സൗണ്ട് കാറ്റടിച്ചപ്പോ. മൂന്നുകുട്ടിന് അവിടെ തന്നെ ഇരിക്കുന്നോണ്ട് എനിക്കൊരു ഞാൻ അവിടെ പോയി നോക്കിയതാണ്. പക്ഷെ അത്രയും കാറ്റ് തോന്നത്തില്ല. ഇവിടെ മരങ്ങൾ കൂടുതൽ ഈ അടുക്കളയുടെ സൈഡില്, അതുകൊണ്ട് ഇവിടെ ഭയങ്കര പ്രകമ്പനം. ഉള്ളി അരിഞ്ഞെടുത്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ഇനി നമുക്ക് ചടുപടയെന്ന് രണ്ടും അങ്ങ് അടിച്ചിടാം. മൂരിയറി മാങ്ങ തകർക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല, കേൾക്കട്ടെ. കറിവേപ്പില എടുക്കൊണ്ട് വരണം. കറിവേപ്പിലൊക്കെ വാടി. നമുക്ക് പച്ചമുളക് ഇടണ്ട, മുളക് പൊടി ഇടാം. കുറേ ദിവസം കൊണ്ട് പച്ചമുളക് ഇന്നൊരു ചുമന്ന കളർ ഇട്ടോട്ടെ. വീണ്ടും പോയി നോക്കാം. കരണ്ട് പോയി. എന്താ ഈ വയറോട് എടുത്തോണ്ട് വന്നേ? നമ്മുടെ പണ്ടത്തെ റാന്തലിന്റെ ഒരു ഇല്ലേ ലുക്കില്ലേ? അതിപ്പോ റെഡിയായി. നമുക്ക് പൂണങ്ങിടാം. കറണ്ട് വന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി നമുക്ക് കഴിക്കാം. ഊണ് എല്ലാം വെന്ത്, കുരുമുളക് പൊടി ചേർത്തു, ഗരം മസാല ചേർത്തു, കറിവേപ്പില ഇട്ടു. നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. കൂൺ റോസ്റ്റ് റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. രുചി ഉണ്ടോ എന്ന് കഴിച്ചു നോക്കാം. മോനുകുട്ടോ, കഴിക്കും. മോര് കറി ഇളക്കണേ. ചമ്മന്തി ഇത്തിരി വെച്ചേക്കണേ. വെച്ചേക്കാമേ. വെച്ചേക്കുന്നു, രാവിലെ കൊണ്ട് വെച്ചോളൂ. കഴിച്ചിട്ട് വരാം. ടാറ്റാ. ബൈ. പനിയുടെ അസ്വസ്ഥത. ഗുളിക ഉച്ചയ്ക്ക് ഗുളിക കഴിച്ചപ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ എനിക്കറിയത്തില്ല. ദൈവമേ, പനി അങ്ങ് മാറിയാൽ മതിയായിരുന്നു. ദേഹത്തെല്ലാം വേദനയാണ്. പ്രിയങ്ങളെ കാലിൻ്റെ മുട്ടിനും ഒക്കെ വേദന എടുക്കുന്നു. പണ്ട് നമുക്ക് ചിക്കൻ ഗുനിയ വരുമ്പോൾ വേദന അതേപോലത്തെ വേദന എടുക്കുന്നു. അപ്പോൾ കഴിക്കട്ടെ. ഇന്ന് മഴയും കറണ്ട് പോക്കും ഒക്കെ കാരണമാണ് അധികം വീഡിയോയിൽ സംസാരമില്ലാഞ്ഞത്. അവാർഡ് സിനിമ പോലെ ഇരിക്കുമെന്നൊക്കെ ചിലർക്ക് തോന്നും. ചോറ് വിളമ്പാം. ചുമച്ചപ്പോൾ ഒച്ച അങ്ങ് പോയി. പിന്നെ തേങ്ങ ചമ്മന്തി രാവിലത്തേത്. മോര് കറി ഒഴിക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് കൂൺ റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ്. കഴിക്കട്ടെ. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ കാറ്റുണ്ടോ ഇതൊക്കെ പറയണം.
എല്ലാവരെയും ദൈവം കാക്കട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.